മൂരാട് പാലത്തിൽ ഇന്നലെ രാത്രിയാണ് വിള്ളൽ കണ്ടത്. അതിനെ തുടർന്ന് ഈ ഒരു ഭാഗം, എൻ്റെ പിന്നിൽ കാണുന്ന ഭാഗം അടച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ വലിയ നിർമ്മാണത്തിൽ വലിയ അപാകതയാണ് വന്നിട്ടുള്ളത്. സൈഡിലുള്ള ആളുകൾ നടന്നു പോകുന്ന ഭാഗം ഇടിഞ്ഞ് താഴ്ന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ സൈഡിലെ ഡിവൈഡറും പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ്. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിലെ പോകുന്ന വാഹനക്കാർ നമ്മളെ ശ്രദ്ധപ്പെടുത്തിയാണ്. ഇത് കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഇവിടെ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നിരന്തരം നമ്മളെ മൂരാട് പ്രദേശത്ത് ഇത്തരത്തിലൊരു ദുരന്തം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളത്. ഇത് ഈ റോഡിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ചരളില്ലാത്ത ചേടി മണ്ണെന്ന് പറയും, ചേടി മണ്ണ് വെച്ചാൽ ഒരിക്കലും ഉറക്കാത്ത ചേടി മണ്ണാണ് ഈ അപ്രോച്ച് റോഡിൻ്റെ ഈ ഗർഡറിൻ്റെ ഷോൾഡർ ചേർന്ന് മണ്ണിട്ട് നിർത്തിയിട്ടുള്ളത്. ആ സമയത്ത് ഞങ്ങൾ ഇതിനെപ്പറ്റി എതിർത്തപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ പേരിൽ കേസെടുക്കുന്ന. നമുക്ക് ഒരു സാമാന്യപരമായിട്ട് ജനങ്ങൾക്ക് ഒരു ശാസ്ത്രീയമായ വലിയ ബോധമൊന്നുമില്ലെങ്കിലും നാട്ടുപുറത്തുള്ള ആൾക്കാർക്ക് അറിയാലോ ഈ മണ്ണിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ആരോഗ്യത്തിൽ ഏറ്റവും മോശമായ മണ്ണാണ് ഇതിനടിയിൽ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് മണ്ണ് സ്ട്രെങ്തായി നിൽക്കാത്തതുകൊണ്ട് ഈ ഷോൾഡർ വാളിപ്പോൾ തിങ്ങിയിരിക്കുകയാണ്. ഒരു 10-40 മീറ്ററോളം ഒരു വിള്ളലുണ്ടായി. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ വിളിച്ചു വരുത്തുകയാണ്. ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്ത രൂപത്തിലാണ് ഇത് എന്താ പറയുക, E5 ഇൻഫ്രാസ്ട്രക്ചർ ഹരിയാന എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ പാലത്തിൻ്റെ പണിയെടുത്തിട്ടുള്ളത്. പാലത്തിൻ്റെ പണി തന്നെ വർഷകാലത്ത് മണ്ണിട്ട് നിർത്തി ഏറ്റവും സെൻറ്ററിലുള്ള തൂണ് ഉണ്ടാക്കി. ആ തൂണ് അന്ന് തന്നെ അവർ വാർത്ത സമയത്ത് ചെരുവുണ്ടായി. അത് അവരെ ശ്രദ്ധപ്പെടുത്തി 10ാമതൊരു അഡീഷണൽ തൂൺ ഉണ്ടാക്കിയിട്ടാണ് പാലത്തിൻ്റെ കാല് ഉറപ്പിയുള്ളത്. ഒരുവിധം മോശമല്ലാത്ത രൂപത്തിൽ പാലത്തിൻ്റെ പണി അവരെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അപ്രോച്ച് റോഡ് വല്ലാത്തൊരവസ്ഥയിലാണ്. വാഗാട് കമ്പനിയും ഇവരും തമ്മിലുള്ള ഒരു കിട മത്സരമാണ് ഈ വർക്കിനിടയിൽ നടക്കുന്നത്. വാഗാട് കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള വിധത്തിലാണ് സൈഡിലുള്ള ഡ്രെയിനേജ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടിയും കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തുള്ള ഡ്രെയിനേജ് പുഴയിലേക്ക് ലിങ്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നേരം മഴവിയാണെങ്കിൽ വീടിൻ്റെ അകത്തുകൾക്കാണ് വെള്ളം കയറിപ്പോകുന്നത്. ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത രൂപത്തിലുള്ള ഈ നടപടി ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ അതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോണ്ടാകുന്നത്. ആ കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഹൈവേ ഉപരോധം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള വിള്ളൽ കണ്ടാൽ നമുക്കറിയാം ഏത് സമയത്ത് മൂരാട് പാലത്തിൻ്റെ ഒരു ഭാഗം തകർന്ന് വീണു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഹൈവേ പണിയെടുത്തവരുടെ അനാസ്ഥയാണെന്ന് നമുക്ക് 100% പറയാൻ സാധിക്കും. കേരളത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പണിയെടുക്കാതെ ഏതെങ്കിലും ഉത്തരേന്ത്യൻ കമ്പനികൾക്ക് പണി കൊടുത്ത് അത് ശ്രദ്ധിക്കാതെ വളരെ മോശം രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ കമ്പനികളുടെ എല്ലാ സംവിധാനവും റദ്ദാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും സംരക്ഷണ ഭിത്തി ആകെ പിളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അതുപോലെ ഈ നടക്കുന്ന നടപ്പാതയും ഓരോ ഭാഗങ്ങളും താഴ്ന്നും പൊങ്ങിയും നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വിള്ളൽ കണ്ടെത്തിയതിന് ശേഷം രാത്രിയിൽ വന്നിട്ട് സിമെൻറ്റ് തേച്ചുകൊണ്ട് ഇൻ്റർലോക്കിൻ്റെ ഈ നടപ്പാതയിൽ സിമെൻറ്റ് തേക്കുകയും അതുപോലെ വിള്ളൽ ഉണ്ടായ ഈ സംരക്ഷണ ഭിത്തിയും അടക്കാൻ ശ്രമിച്ചതും നമുക്ക് ദൃശ്യത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈവേ ഉപരോധം അടക്കമുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും അവർ പറയുന്നു. അധികാരികൾ കൃത്യമായി ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ, ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ പാലത്തിലേക്ക് കയറുന്ന ഈ ഭാഗം പൂർണ്ണമായും തകരും എന്നതിൽ യാതൊരു സംശയവുമില്ല.